ഹായ് ഗായ്സ്. നമ്മള് സാധനമൊക്കെ ഒന്ന് 3:30 തന്നെ നീച്ചിട്ടുണ്ടാവും. സാധനം നമ്മളെ പൊന്നാനിക്കാണ് പോകാൻ കരുതുന്നത്. ഞാൻ നല്ല ഉറങ്ങിയില്ല. നമ്മള് മാറ്റി പിടിച്ചാണ്. മോനെ എപ്പോഴായാലും 6 മണിക്ക് നീച്ചുള്ളൂ. ഞാൻ നല്ല ഉറങ്ങിയില്ല. അവൻ ഉറങ്ങിയിട്ടില്ലല്ലോ. ടർഫിലായിരുന്നു. 200 രൂപ ബാക്കി. ടിക്കറ്റ് എടുത്തപ്പോ 200 രൂപ വാങ്ങിച്ചാലുണ്ട്. അപ്പൊ അതിന് പോയതായിരുന്നു. അല്ല പൈസ വാങ്ങിച്ചിട്ട്. അപ്പൊ ഫ്രണ്ട്സ്, അപ്പം നിങ്ങൾ യാത്ര പോവാണ്. യാത്ര എടുക്കുക വെച്ചാല് എറണാകുളം വാട്ടർ മെട്രോ ആണ്. നമ്മൾ സാനു വാട്ടർ മെട്രോ കണ്ടിട്ടില്ലായിരുന്നു. അപ്പൊ സാനുവിന് വാട്ടർ മെട്രോ ഒന്ന് കാണിച്ചാ പൊടിമോനും കണ്ടിട്ടില്ല. അപ്പൊ വാട്ടർ മെട്രോ കാണാൻ വേണ്ടിയാണ് പോവാണ്. അപ്പൊ അത് ഇപ്പൊ പട്ടിക്കാട് റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത്. ടിക്കറ്റ് എടുത്തു കഴിഞ്ഞു. ട്രെയിൻ വന്നുകൊണ്ട് നിൽക്കാണ്. വാണിയമ്പലത്ത് എത്തിയിട്ടുള്ളൂ ട്രെയിന്. അപ്പൊ ഞങ്ങള് പിന്നെ എറണാകുളം ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞു. അപ്പൊ ഈ വണ്ടി വരുന്നുണ്ട്. വണ്ടി വന്നാണ്ട് ബാക്കി വിശേഷങ്ങളൊക്കെ, ട്രെയിനിലെ വിശേഷങ്ങളും സാനുവിന്റെ രസകരമായ ഓരോ ചലനങ്ങളൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം. ഓക്കെ, ഒന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കാണ്. ട്രെയിന് നമ്മളെ പട്ടിക്കാട് എത്തി. പൊടിമോനെ ആരൊക്കെ തിരയുന്നുണ്ട്. ഏതൊരു പെണ്ണുങ്ങൾ ചിറിച്ച് കച്ചാട്ടി കൊടുത്തു. ട്രെയിനിൽ സീറ്റ് ഉണ്ടോ ഇല്ലേ ഒന്നും അറിയില്ല. ഏതായാലും കയറി നോക്കട്ടെ. ഉബൈദും പൊടിമോനും മുന്നിൽ പോകുന്നുണ്ട്. നേരെ പോയി ഒരാളൊരു ബാത്റൂമുക്കും കയറി. സാധനത്തിന് പോകാൻ ബാത്റൂമിൽ ഇങ്ങനെ സീറ്റ് കിട്ടി. കുഴപ്പമൊന്നുമില്ല, ഉഷാറായി. വണ്ടി ഫുള്ള് കാലി. ഞായറാഴ്ച അതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് ഇരിക്കുക വണ്ടിയിൽ. ഉറക്കം തൂങ്ങി നിക്കല്ല, ചാടിയാണെങ്കി നിക്ക്. ഇത് എത്ര വന്നാണ്? വെറുതെ രസോ? എന്ത് രസം? ഇത് മുന്നേ കണ്ടിട്ടില്ല. അത് നമ്മള് ഷൊർണൂർ എത്തി. ഷൊർണൂരിൽ നിന്ന് നമ്മള് വേറെ ട്രെയിന് മാറി കയറാണ്. അപ്പൊ പ്ലാറ്റ്ഫോം നമ്പർ 4ലാണ് നിൽക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ നിലവിൽ 2ലാണ്. അപ്പൊ 4ക്ക് പോവാണ് നമ്മള്. അപ്പോൾ നമുക്ക് ഷൊർണൂരിൽ നിന്നും എറണാകുളത്തേക്ക് ട്രെയിനിൽ സീറ്റ് ഇട്ടിട്ട് നമ്മൾ കരുതി പിന്നെ തിരക്കുണ്ടാവും. ഷൊർണൂരിൽ നിന്ന് ട്രെയിൻ മാറി കയറുമ്പോൾ തിരക്കുണ്ടാകും വിചാരിച്ചു. കുഴപ്പമൊന്നുമില്ല, സീറ്റ് ഉഷാറായി കിട്ടി. ഇത് മോഡൽ കമ്മിയുള്ള ട്രെയിനാണ്. ഓക്കെ, ഇനിയിപ്പോ എന്റെ അടുത്തൊരു ട്രെയിൻ ഉണ്ടെങ്കിൽ എന്തൊക്കെ കാട്ടും? ഇതൊരു 900 മോഡല് 100 കൊല്ലൊക്കെ ബാക്കുണ്ടാവും വെച്ച് തോന്നിയായിരുന്നു. എന്റെ കയ്യിൽ സ്വന്തമായിട്ടൊരു ട്രെയിൻ ഉണ്ടെങ്കിൽ എന്താ കിട്ടുക? ഞാനോ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താം? വന്ദേ ഭാരതിലേറെ ഒന്നും പാടെ ഹൈ ലെവലാക്കും. എന്താ വന്ദേ ഭാരതിന് എന്താ ഹൈലൈറ്റ്സ്? എന്താ അതിലേറെ ഒന്നും പാടെ അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാ? അപ്പൊ ഒന്നുകൂടി ഉഷാറാകുമെന്ന് പറഞ്ഞ കാലം വളരെയാണല്ലോ. ഫ്യൂച്ചേഴ്സ് കൊണ്ടുവരും. എന്താണത്? എന്തൊക്കെയാ? വന്ദേ ഭാരത് ഞാൻ കയറിയിട്ടില്ല. പഠിച്ചെടുക്കട്ടെ. ഇല്ലാത്ത വെച്ച് ഞാനായിട്ടൊരു ട്രെയിൻ ഉണ്ടാക്കുമ്പോ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? അപ്പൊ നമ്മളെ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് എന്താണ്? അല്ലല്ല, ഏതാണ്ട് ഇവിടെ പോട്ടർമാര് പച്ചേന്ന് തോന്നുന്നു കേട്ടോ. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തിട്ടോ. അപ്പൊ നമ്മള് ആദ്യം ഫുഡ് കഴിക്കാണ്. ഫുഡ് കഴിക്കണേന് ഇവിടെ നമ്മളൊരു മെട്രോന്റെ അവിടെ ഒരു നല്ലൊരു ഹോട്ടൽ ഉണ്ട് പറഞ്ഞു. അപ്പൊ അങ്ങോട്ട് നീങ്ങിക്കൊണ്ട് നിൽക്കാണ്. എവിടെയാണ് ഫുഡ്? എവിടെ കഴിക്കണ്ട്? ഫുഡ് കഴിക്കാം. ഇവിടെ നമ്മൾ എന്താ കഴിക്കാൻ പോകുന്നത് ചോദിച്ചാൽ ഊണോ അത് ബിരിയാണിയോ? രാവിലെ ഞാൻ ദോശയാണ് ഓർഡർ ചെയ്തിരുന്നത്. അത് പൂരിയാണ്. സാധനം ദോശയോ? പറയണല്ലേ കേൾക്കണ്ടേ? ഞാനൊരു വെജിറ്റബിൾ കുറുമ ഓർഡർ ചെയ്തിരുന്നു. അത്
തേങ്ങ നീച്ചുന്നുണ്ട്. ആവറേജ് ആണ്. ഒരു പൊറാട്ട എല്ലാത്തിൻ്റെ ഒരു സങ്കടം ഉണ്ട്. അത് നമ്മൾ ഭക്ഷണം കഴിച്ചാണെങ്കിൽ അടുത്ത വാട്ടർമെട്രോൻ്റെ അടുത്ത് ഹോട്ടലിലാണ് പോകുന്നത്. ഹോട്ടലിൽ കയറി ഞങ്ങളിങ്ങനെ മുന്നോട്ട് എത്തണം. നമ്മളങ്ങനെ ഹൈക്കോട് ജംഗ്ഷനിൽ ഇറങ്ങി വാട്ടർ മെട്രോൻ്റെ അവിടെ എത്തി. അവിടെ കുറേ ആൾക്കാർ നമ്മളടുത്ത് ഇങ്ങനെ വരുന്നുണ്ട് ബോട്ടിൽ കയറാമെന്നൊക്കെ പറഞ്ഞു. 200 റുപ്യാണ് ഒരു ബോട്ടിൽ കയറണമെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇവിടുന്ന് വാട്ടർ മെട്രോക്ക് എത്ര 30-40 ഒക്കെ ഉള്ളൂ. നമുക്ക് ഏതായാലും ഇങ്ങനെ പോയി നോക്കാം. വാട്ടർ മെട്രോ ഇതല്ലേ മറ്റേ എന്താണ് ഇതിനെന്താ പറയാ മറൈൻ ഡ്രൈവ് ഉദ്ദേശിക്കുക. അതല്ല അല്ല ഇത് ബോട്ട് സർവീസ്, KSRTC, അതേപോലെ വാട്ടർ മെട്രോ. ഇവിടുന്ന് മറൈൻ ഡ്രൈവ് എത്ര കിലോമീറ്റർ ഉണ്ടാവും? അത് നമുക്ക് പോരുന്ന മെട്രോയിൽ കയറി പോകേണ്ടി വരും. ഡ്രൈവ് പോണം. മറൈൻ ഡ്രൈവിലല്ലേ കാഴ്ചകളുള്ളൂ. ഓവറാക്കാതല്ലേ. അതാണ് വാട്ടർ മെട്രോ. സാധനം കണ്ടോ? സാധനം കണ്ടോ? അതാണ് വാട്ടർ മെട്രോ. അതാണ് സാധനം. അതിൽ പോയി 13 മിനിറ്റ് അല്ലേ? 13 മിനിറ്റ് അങ്ങോട്ടും 13 മിനിറ്റ് ഇങ്ങോട്ടും. 50 റുപ്യ ചാർജ് അറിയുന്നത്. നാട്ടിൽ നിന്ന് സാധനം വാട്ടർ മെട്രോ കാണിച്ചാൽ വേണ്ടിയാണ് കൊണ്ടാണ്. അപ്പോൾ വാട്ടർ മെട്രോക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഉപയോഗിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഉള്ളിൽ കൗണ്ടറിൽ. ഇവിടെ എന്തോ യാത്രക്കാർക്ക് വേണ്ട എന്തോ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. 96 ആളുകൾക്ക് ഒരു സമയം ബോട്ടിൽ യാത്ര ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് വാട്ടർ മെട്രോക്ക് എത്തിയിട്ടാണ്. ഇവിടുന്ന് ആകെ 2 സർവീസ് ഉള്ളൂ എന്നാണ് പറഞ്ഞത്. ഒന്ന് വൈപ്പിൻക്ക്, ഒന്ന് ഫോർട്ട് കൊച്ചിക്കാണുള്ളത്. നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്തിരുന്നത് വൈപ്പിൻക്കാണ്. ഉള്ളിലേക്ക് പോയോ കേട്ടോ. നമ്മള് വൈപ്പിൻക്കാണ് പോകുന്നത്. ഞായറാഴ്ച ആയതുകൊണ്ട് വാട്ടർ മെട്രോ നല്ല തിരക്കുണ്ട്. ഫുൾ സീറ്റ് ആയിക്കണ്. ആൾക്കാർ ഇങ്ങോട്ട് നിൽക്കണൊക്കെ ഉണ്ട്. ആ കാണുന്നത് നമ്മൾ വേറൊരു വാട്ടർ മെട്രോ ആണ്. അത് വേറെ ഇവിടെ പോയി മടങ്ങി വരികയാണ്. വലിയൊരു കപ്പലിൽ കണ്ടെയ്നർ ലോഡ് ഇറക്കി കൊടുക്കണ്ടേ. ഓ എന്താ വലുപ്പല്ലേ, നല്ല വലുപ്പുണ്ട്. അതിനെ ടച്ച് ചെയ്ത് പോട്ടോ. അങ്ങനെ നമ്മൾ വൈപ്പിൻക്ക് എത്തി. ഇനി ഇവിടുന്ന് നമുക്ക് റിട്ടേണ് വാട്ടർ മെട്രോ തന്നെ പോകുവാണെങ്കിൽ, പക്ഷെ നമ്മളങ്ങനെ പോകണം തീരുമാനിച്ചിട്ടില്ല. ഏതായാലും ഇവിടെ ഇറങ്ങിയിട്ട് നോക്കി നോക്കണം. വൈപ്പിന് നമുക്ക് തിരിച്ച് വാട്ടർ മെട്രോ ഉണ്ടായിരുന്നു, പക്ഷേ മിസ്സായി പോയി. സാനൂന് അതിൻ്റെ ഇടയിൽ കാണാതായി. അങ്ങനെ വേണേൽ തിരഞ്ഞ് മിസ്സായി. അപ്പം നമ്മൾ ഇനി ജങ്കാറുണ്ട്. ഒരാൾക്ക് 3 റുപ്യ എടുത്താൽ ജങ്കാറിൽ ഫോർട്ട് കൊച്ചി പോയി ഇറങ്ങാം. അപ്പം നമ്മൾ ജങ്കാറിൽ പോകാനുള്ള പ്ലാനിങ്ങിലാണ്. കാത്തിരിക്കണം, വെയിറ്റ് ചെയ്യണം. അത് പോയി ആണെങ്കിൽ മറ്റേത് വരും. എന്താ അങ്ങനെ വരുന്നപ്പോ ഇതിന് റെസ്റ്റ് കൊടുക്കാൻ ആൾട്ടാക്കി പോയി കയറാം. അങ്ങനെ അല്ലേ? ചിലപ്പോ എത്ര ഒരു ഓട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര വണ്ടിയില്ല, 2 ഓട്ടം വേണ്ടേ.
ആദ്യമായിട്ടാണോ? ജങ്കാറിൽ ആദ്യമായിട്ടാ? അങ്ങനെ ആൾക്കാരൊക്കെ സീറ്റിന് വേണ്ടിട്ട് ഓടി ഓടി വരുന്നുണ്ട്. വണ്ടികളെ ഏറി തുടങ്ങിയിട്ടുണ്ട്. ഈ സൈഡിലെ സീറ്റുകളാണ് നമ്മൾ പിടിച്ചിട്ടുണ്ടല്ലേ. എത്തിട്ടോ എക്യുപ്മെന്റ്സ് ഒന്നും യൂസ് ചെയ്യാൻ പറ്റൂല. 12 വയസ്സ് താഴെയാണ്. പക്ഷേ ഇതൊരു പാർക്കാണ്, ചിൽഡ്രൻസ് പാർക്കാണ്. പക്ഷേ സാനുവിന് ഇതിൽ ഏതൊരു മെഷീൻ കയറണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ കയറ്റുവാനെ നമ്മൾ ഏത് മെഷീൻ കയറ്റണം എന്ന് നിങ്ങള് കണ്ടൊരു 12 വയസ്സ് താഴ്ന്ന മതി ഉണ്ടോ? നമുക്ക് ഏത് മെഷീനിലാണ് കയറേണ്ടത് സാനു? ഇത് പറയൂ. ഇപ്പൊ കയറും നമ്മള്. ഇവന് പേടിയാണെന്ന് തോന്നുന്നു. വന്നപ്പോ ഇല്ല ഒരു ധൈര്യപ്പോ ഇല്ല. ആണാണെങ്കിൽ ഇത് നമുക്ക് പറ്റിയ ഏരിയ അല്ല. ഇങ്ങനെ നടന്നു വന്നപ്പോ ഇപ്പൊ പോർട്ടച്ചിലെത്തി. ഇങ്ങനെ നടന്നു വന്നപ്പോ പറ്റിയ കുഴങ്ങി കൂടെ കയറിയപ്പോ മനസ്സിലായത് നമുക്ക് പറ്റിയ ഏരിയ അല്ല. ചിൽഡ്രൻസ് പാർക്കാണ് ഫുള്ള് കപ്പിൾസ് ആണ്. കപ്പിൾസ് പാർക്കാണ് സംഭവം. നമുക്ക് നെക്സ്റ്റ് ഏരിയക്ക് വിട്ടാലോ? നമുക്കിവിടെ ഇവിടെ വാസ്കോ ഡ ഗാമന്റെ കപ്പറുണ്ട് അറിയുന്നത്. അതുണ്ടോ? ഏതോ സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ അങ്ങോട്ട് ഫോർട്ട് കൊച്ചിക്ക് ടൂർ വന്നിട്ടുണ്ടോ? ഒന്നുകൊണ്ടിട്ടുണ്ട്. ഓലിക്കില്ല പാർക്കാണത്. നമ്മളിവിടെ വെറുതെ നിന്നാണ് നമ്മൾ സമയം കളയണ്ടത്. നമുക്ക് നീങ്ങാലോ? ഇവിടെ നീങ്ങല്ലേ? ഇല്ല, നമുക്ക് ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാന്നാണ് എന്റെ ഒരു അഭിപ്രായം. നല്ല തണലുണ്ട്. റെസ്റ്റ് എടുത്താൽ നമുക്ക് എന്നാലേ പിന്നെ ഇവിടെ പോവാം. കൊച്ചി പഴയ കൊച്ചി അല്ലാത്തതുകൊണ്ട്, പുതിയ കൊച്ചി ആയതുകൊണ്ട് അത് എറണാകുളത്ത് കൂടണോ? വാസ്കോ ഡ ഗാമന്റെ കവറാണ് പോകേണ്ടി വരും. നല്ലോണ്ട് വല പൊന്തുണ്ട് കേട്ടോ. ഇപ്പൊ നമ്മള് പൊന്തിച്ചപ്പോ കിട്ടിയ മീനുകളാണ്. ഇവിടെ സെയിൽ ചെയ്യ കയറാം. സെയിൽ ചെയ്യാനില്ല. കരിമീനുണ്ടത്. ഇത് ഞട്ടർ, ഇത് നമ്മളെ നാട്ടിലത്തെ മത്തിന്റെ അടക്കത്തൊരു മീനാണ്. ഇതെന്താ മോനെ? അത് മുജ്ജി അല്ല, മീനിനെ പറ്റി പറയാൻ ഏറ്റവും നല്ലത് എന്നാ പറഞ്ഞ എന്താ ഇത് ഏതൊക്കെ മീനുകളൊന്നും കാണാൻ അറിയില്ല, എന്നാലും കാണാനൊക്കെ രസമുണ്ട്. ഇത് മുജ്ജാണെന്ന് തോന്നുന്നു. ആ പുള്ളി ഇല്ലത് ആ ഓലിന്റെ ഒരു ടൈപ്പിലൊരു മീനുണ്ട്. ഒരു പുള്ളിയില് ഒരു പുള്ളി കണ്ടോ? ആഗോലി ടൈപ്പാണ് അത്. അത് ആമയാണ്. അത് ഇങ്ങനെ പൊക്കാട്ടോ. അതിന്റെ പേര് ചീനവലയാണ്. ഇങ്ങനെ ചീനവലയാണ്. ആ കുറച്ച് മീനുകൾ കിട്ടുള്ളൂ അതില്. അത്യാവശ്യം മീൻ കിട്ടുന്നുണ്ടാ. അല്ല, അത്യാവശ്യം മീൻ കിട്ടുന്നുണ്ട്. ഇതിപ്പോ നേരല്ലേ താത്തിട്ടുള്ളൂ. മൂപ്പരാണ് അതിന്റെ മെയിൻ. അത് താത്തി പൊന്തിന് മെയിൻ മൂപ്പരാണ്. ഇപ്പൊ താത്തിയാണ്ട് ഇപ്പൊ തന്നെ മീൻ കിട്ടിയിട്ടുണ്ടല്ലോ. പക്ഷെ എല്ലാത്തിലും മീൻ കിട്ടണമെന്നില്ല കേട്ടോ. മൂപ്പര എങ്ങനെ താത്തി കൊടുക്കുമ്പോ ഇങ്ങനെ പൊന്തി ഇങ്ങനെ താന്ന് എങ്ങനെ പോവാണ് സംഭവം. കറക്റ്റ് രീതിയില് തട്ടി ആ മറ്റേ ഉണ്ട മീൻ ആ ഉണ്ട പിന്നെന്തോ ഒരു പേരുണ്ട്. സാനുവിനെ
ഫോർട്ട് കൊച്ചി ഉണങ്ങാൻ കൊടുത്തിട്ട് മുതലായി സാധനം മുതലായി. കാരണം സാധനം മീനും കണ്ടു അല്ലേ? ഉണ്ട് മീൻ. ഏത് മീനാണ്ട്? മീൻ കണ്ടു, വാട്ടർ മെട്രോള് കയറി, ഫോർട്ട് കൊച്ചി കയറി നമ്മൾ ഇവിടുന്ന് എറണാകുളത്തേക്ക്. അപ്പൊ നമ്മള് ഫോർട്ട് കൊച്ചിന്ന് മടങ്ങാണ് അല്ലേ? ഫോർട്ട് കൊച്ചിന്ന് ഇനി ഇവിടുന്ന് 10 മിനിറ്റ് ഫോർട്ട് ചെട്ടിക്ക് നടക്കാണ്ട് അവിടെ നമുക്ക് എറണാകുളത്തേക്ക് നേരെ പോകാൻ പറ്റും. നമുക്ക് മെട്രോയിൽ കയറണമെങ്കിൽ എറണാകുളത്ത് എത്തിയേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് അപ്പൊ നമ്മൾ നടക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ വന്ന വഴി തന്നെ പോകും. അപ്പൊ ഇനി വരുന്ന എത്ര മിനിറ്റ് ഉണ്ടാവും? 10 മിനിറ്റ് ഉണ്ടാവും. 10 മിനിറ്റ് ഉണ്ടാവും. അതേപോലെ നല്ല വെയിലാണ്. ഇതിപ്പോ ഡിസംബർ 6 ആയതാട്ടോ. ഇതിപ്പോ ഒരു ഡിസംബർ പകുതിയൊക്കെ ക്രിസ്മസിന്റെ ലീവൊക്കെ ആണെങ്കിൽ ഇവിടെ ആകെ സ്റ്റാറും കാര്യങ്ങളൊക്കെ കയറാം. പിന്നെ നൈറ്റൊക്കെ ഇവിടെ വൈബ് ഉണ്ടാവുക. നൈറ്റ് എന്തിനാ ചിലക്കണ വെറുതെ. ഈ ഓട്ടോസിനെ പറ്റി റിവ്യൂ എടുത്തോട്ട് പോണേ. മണ്ടി ചെല്ലും റിവ്യൂ എടുത്തു. ഡ്രൈവർ സീറ്റ് മുന്നിലാണ്, ബാക്കിലാണ്. പിന്നെ ബാക്കില് കുറച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതിവിടെ മാത്രമേ കാണുള്ളൂ. ഓക്കെ ഓക്കെ. ഇതെന്താ? ഇത് പള്ളിയാണ്. ഞങ്ങൾ നിസ്കരിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ. അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയില്ല പള്ളിയാണ്. നല്ല പഴക്കമുണ്ട്. ഒരു 100 വർഷമൊക്കെ പഴക്കമുള്ള പള്ളിയാണെന്നൊക്കെയാണ് ആൾക്കാർ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ബോഡിച്ചട്ടിയിൽ പോകാൻ വേണ്ടി ടിക്കറ്റ് കൗണ്ടറിൽ നിൽക്കുകയാണ്. ടിക്കറ്റ് കൗണ്ടർ അത്യാവശ്യം തിരക്കുണ്ട്. ജെൻസിനും ലേഡീസിനും വേറെ വേറെ സെക്ഷനാണ്. അപ്പോൾ അതാ നമ്മളെ കേവ് ഇവിടെ എത്തിയിട്ടുണ്ട്. പൈസയും കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ്. നമ്മളെ കൂട്ടത്തിൽ 2 ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ പോയത് അറിയില്ല. ഇവിടെ ഉണ്ടായിരുന്നു. ഇതാ എന്തോ ആലോചിച്ച് നിൽക്കുകയാണ്. ഏകദേശം അത്യാവശ്യം ബാക്കിലാണ് ആള്. അപ്പോൾ പോട്ടെ. അതെ, ബോട്ട് എത്തിയിട്ടുണ്ട്. നമ്മളിവിടുന്ന് അതാ സാനു ഉപരിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ബോട്ടിലാണ് നമ്മൾ പോകേണ്ടത്. ഇനിയിപ്പോൾ അവിടുന്ന് ഇറങ്ങേണ്ട ആൾക്കാർ ഇത് ഇവിടെ ഇറങ്ങി വരും. അത്യാവശ്യം തിരക്കുണ്ടോ തോന്നുന്നു. ഇനി നമ്മളിവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം അതിൽ കയറാൻ കേട്ടോ. KV ടിക്കറ്റ് വാങ്ങിയാണ്ട് പോയിട്ടുണ്ട്. അതാ വരുന്നു. എവിടേക്കാണ്? എറണാകുളം. ഈ ബോട്ടിനാണോ? KSRTC ബോട്ട് നിർത്തിക്കുക. ഒരാൾക്ക് 6 രൂപയായിരുന്നു. അതായത് മൊത്തം 24 രൂപ. ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് എറണാകുളം പോകണം. അവിടുന്ന് പിന്നെ മെട്രോ വഴി എടപ്പള്ളി. ഞാനും എന്തോ കാര്യമായിട്ട് ചോദിക്കുന്നുണ്ട്. സാധനയുടെ മുമ്പിലുണ്ട്. സാധനനെ ഇതിനായിട്ട് കൊടുത്താണ് ഇറങ്ങുമ്പോൾ ഇതിൻ്റെ ആളുകൾ പോലെ മുമ്പിൽ കൊണ്ടുപോയി നിർത്തിക്കാണ്. അവർക്ക് കാഴ്ചകളെ കാണാൻ മുമ്പിൽ നിർത്തിക്കാണ്. ഇതേമാതിരി ബോട്ടിൽ കയറുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. കുറച്ച് മുന്നേ ചേച്ചി വെള്ളത്തിൽ പോയിട്ടുള്ളൂ. അത് ഒന്നായിട്ട് വേക്കുന്ന ഒരുപാട് ആളുകൾ തള്ളിയില്ലേ. ചേച്ചിക്ക് നീന്താറിയാത്തതുകൊണ്ട് പിന്നെ അത്യാവശ്യമായതുകൊണ്ട് ഭയങ്കരമാണ്. ചേച്ചിക്ക് വേറെ ആളാണ്. എന്തായാലും ചേച്ചിന് കിട്ടിയിട്ടുണ്ട്. ജോലി എടുത്തിട്ടുണ്ട്. അവിടെ ഓഫീസിൽ എത്തിക്കാണ്. എന്നിട്ട് ബോട്ടിലൊക്കെ കയറുമ്പോൾ ശ്രദ്ധിക്കുക. ചോദിച്ചു നമുക്ക് മെട്രോക്ക് ആൾക്കാർ തിരിച്ചു പോകൽ ട്രെയിൻ 5 മണിക്കാണ്. ഇപ്പം തന്നെ സമയം 3 മണി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് ഇവിടെ വന്നിട്ട് ലുലുവിൽ കയറി പോകാൻ മോശമല്ല. അപ്പോൾ നമുക്ക് എല്ലാവരും ഡയറക്റ്റ് ആയിക്കാണെങ്കിൽ അങ്ങനെ മോശമൊന്നുമില്ല പറഞ്ഞാൽ എന്തായാലും നമ്മൾ ആഗ്രഹിച്ചൊരു ലുലു കയറണ്ടടാ. അടിച്ചു ഞാനല്ലേ കളപ്പാട്ട്. ഓട്ടോയിൽ പോവാം. അങ്ങനെ ഓട്ടോയിൽ പോകണമെങ്കിൽ ഓട്ടോക്കാരെ ആദ്യം നമ്മൾ കൊണ്ടുപോകാൻ ചോദിക്കണം. ഇപ്പോൾ ഉള്ളിൽ നിന്ന് ഒരാളോട് ചോദിച്ചപ്പോൾ പുറത്ത് പോകാനാണ് പറഞ്ഞത്. അവിടെ ഒരു ഓട്ടോക്കാരെ കാണുന്നത് അങ്ങോട്ട് പോവാം. ഓട്ടോക്കാരോട് ചോദിച്ചു നോക്കെ. ഇപ്പോൾ ഇത് പോയി ചോദിച്ചു നോക്കണ്ട്. എന്താവുമെന്ന് അറിയില്ല.
മെട്രോക്ക് ഇവിടുന്ന് ഓട്ടോറിക്ഷ കയറിയാണ്. ഓട്ടോറിക്ഷ എടുക്കാണ്. മെട്രോ ഏത് മെട്രോക്ക് പോകണേ? എടുത്തില്ല മെട്രോ. അപ്പോൾ മെട്രോന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ലുലുവിലുള്ള ടിക്കറ്റാണ് എടുക്കുന്നത്. സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്കാൻ ചെയ്തു. അപ്പോൾ ഉള്ളിലേക്ക് കടന്നു പോകണം. എങ്ങനെ അത് കയ്യിൽ റിട്ടേൺ വരുമ്പോൾ കയ്യിൽ വെക്കണമെന്നാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു ടൈം മിസ്സായി. കുഴപ്പമില്ല, 5 കഴിഞ്ഞ അടുത്ത ടൈം വരുന്നതാണ്. അതുവരെ നമ്മളിവിടെ ഇരിക്കുകയാണ്. നമ്മൾ പൊതുവെ ഇപ്പോൾ എറണാകുളം വരില്ല കാരണം ഒന്നെങ്കിൽ കാറിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബൈക്കൊക്കെ കയറാം. ഇത് ബസ് റൂട്ടും പിന്നെ ട്രെയിൻ റൂട്ടും ഒക്കെ ആദ്യമായിട്ടാണ്. അപ്പോൾ നമുക്ക് ചിലവ് കുറഞ്ഞ രീതിയാണെങ്കിൽ ചിലവ് കുറഞ്ഞ രീതി ട്രെയിൻ ഗതാഗതവും മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ട്. ഇതിപ്പോൾ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തതാണ്. ലുലുവിന്റെ ജയിപ്പിക്കാൻ ഇപ്പൊ ലുലു മാൾക്ക് പോവാണ്. ലുലുവിന്റെ മാൾക്ക് പോവാണ്. നമ്മള് ഇവിടുന്ന് കയറി എറണാകുളം മറ്റേ മഹാരാജാസിന്റെ അവിടെ കയറി ഏകദേശം ഒരു 6-6ാമത്തെ സ്റ്റോപ്പ് വരുന്നതാണ് എടപ്പള്ളിയാണ്. എടപ്പള്ളി ഇന്ത്യൻ ഓയിലാണ് സ്റ്റോപ്പിൽ. അവിടുന്ന് എസ്കലേറ്റർ വഴി താഴെ ഇറങ്ങി നേരെ നമ്മളെ ലുലുവിന്റെ വഴിയാണ് വരുന്നത്. എക്സിറ്റിക്കാണ് താഴോട്ട്, ലുലുവിക്കാണെങ്കിൽ സ്ട്രൈറ്റ്, ഒന്നും ബേക്കല്ല. നേരെ പോയാൽ നേരെ ലുലുവിൽ കേട്ടോ. നമ്മളിപ്പോ ഉള്ളത് ഫുഡ് കോർട്ടിലാണ്. അത്യാവശ്യം എല്ലാ പ്രീമിയം ബ്രാൻഡായ ഫുഡുകളും ബ്രാൻഡുകളും ഒക്കെ ഇവിടെ ഉണ്ട്. എന്താ പക്ഷെ നമുക്ക് അധികം സമയം ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സമയം വൈകിട്ടുണ്ട്. നമ്മള് പ്ലാൻ ചെയ്ത മാതിരി കുറച്ച് നേരം വൈകിയോണ്ട് അധികം നേരം ഇവിടെ നിൽക്കാൻ കഴിയില്ല. പെട്ടെന്ന് നമുക്ക് റിട്ടേൺ ടിക്കറ്റ് എടുത്തുകൊണ്ട് ട്രെയിനിൽ കയറേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇന്ന് പോകാൻ കഴിയില്ല നാട്ടിക്ക്. മലപ്പുറം ഫ്രീ ആയിട്ടിരിക്കുക. വരുവാണ് കേട്ടോ. പടത്തിനൊന്നും പോയില്ലേ? ഇന്റർവ്യൂ ചെയ്തു ഇവിടെ തന്നെ വർക്ക് ചെയ്യാം. ഇഷ്ടം പോലെ ഇന്റർവ്യൂസ് തന്നെ കാണുന്നുണ്ടോ? ഇന്റർവ്യൂസ് ഇഷ്ടം പോലെ കാണാം. ഓക്കെ എന്നാ ശരി. നമ്മള് ഇപ്പൊ സമയത്രേ ടിക്കറ്റ് കൗണ്ടറിനോട് കളക്കല്ല നടന്നോളിന്നാല്. അല്ല ടിക്കറ്റ് പോയി എടുത്തോളൂ. അപ്പൊ ഞങ്ങളവിടെ 25 നടത്തുമല്ലോ. ടിക്കറ്റ് കൗണ്ടർ ഇവിടെ മേലെ അല്ലേ? മെട്രോ സെക്കൻഡ് ഫ്ലോറിൽ മേലെ കേട്ടോ. ഞങ്ങളോ? ഞങ്ങൾ 25 നടത്തും. ഞങ്ങൾ ഇവിടുത്തെ കുറച്ച് പരസ്യങ്ങളൊക്കെ ചെയ്യട്ടെ. MG റോഡല്ല, എറണാകുളം സൗത്ത്. അങ്ങനെ നമ്മൾ മെട്രോന്ന് ഇറങ്ങി തിരിച്ച് നാട്ടിലേക്കില്ല ട്രെയിനിന്, ഷൊർണൂർക്കുള്ള ട്രെയിനിന് കയറി. സാധനം എല്ലാം ഉറക്കാണ്. മുമ്പ് അവിടെ ഇരിക്കുന്നുണ്ട്. എന്തൊക്കെയോ ആലോചിച്ചിട്ടുണ്ട്. പൊടിമോ അവിടെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പം അങ്ങനെ സാനൂൻ്റെ യാത്ര എന്ന് പറഞ്ഞാൽ പോകണ യാത്ര അവിടെ തിരിച്ച് മടങ്ങാനാണ്. ഷൊർണൂർ എത്തി. ഞങ്ങൾ പാലക്കാട് അല്ല ഇവിടെ നിന്നാണ് എറണാകുളത്ത് നിന്ന് നമ്മൾ വീട് എടുക്കാന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു വണ്ടി. പൊടിമോനെ എറണാകുളത്ത് ഷൊർണൂരെത്തി. ഷൊർണൂറിന് ലാസ്റ്റ് ട്രെയിനല്ലേ അത്? ഫുൾ സ്റ്റേറ്റ് അടിയാണ്. ഷൊർണൂറിന് ലാസ്റ്റ് ട്രെയിനാണ്. നമ്മൾ ഞാനിനി പട്ടികേട് ഇറങ്ങുന്നു. ഇവിടെ നാളായിരുന്നു കേട്ടോ. നമ്മളിനി നേരെ പട്ടികേട് എത്തുന്നു. സ്ട്രൈറ്റ് ഹോം. അതെന്താ ലാസ്റ്റ് തന്നെ? സാധനം ഹാപ്പിയല്ല?
അപ്പൊ നമ്മള് യാത്ര ഒക്കെ ഉഷാറായി കണ്ട് കഴിഞ്ഞു വന്നു. സാനുവിന് എന്താ അഭിപ്രായം? നല്ല അഭിപ്രായം. ഉറക്കം കിട്ടിയത് കേട്ടോ. ട്രെയിനിൽ വന്നപ്പോ ഫുള്ള് ഉറങ്ങി, ഉറക്കത്തിന്റെ ക്ഷീണമൊന്നും ഇല്ലാത്ത ഒരൊറ്റ വ്യക്തിയുള്ളൂ. അപ്പൊ എല്ലാരോടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാരും എന്ത് ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ, നമ്മൾ വരുന്നത് റമീസ് ഇവിടെ അവിടെ നിൽക്കുന്നുണ്ട്. റമീസ് അവിടെ നിൽക്കുന്നുണ്ട് നമ്മളെ നാട്ടിൽ. നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി വണ്ടി എത്തിന് വീഡിയോ എടുക്കുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ ഒരു രംഗം കാണാം. അപ്പോൾ ആ രംഗത്തിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ. ഓക്കെ, വീഡിയോയില് കാണേണ്ടിട്ടാണ് നമ്മൾ ആ ഡ്രൈവർ ഇറങ്ങണേ. ആള് കുറച്ച് മടിയുള്ള ടൈപ്പാണ്, അതുകൊണ്ടാണ് വീഡിയോയിൽ വരാത്തത്. നീപ്പിച്ച് ഡ്രൈവറെ നീപ്പിച്ച് നീച്ച